വഴിയില്ലെന്ന് തോന്നുന്നിടത്ത് ദൈവം ഒരു വഴി ഒരുക്കുന്നു. നിങ്ങൾ കുടുങ്ങിക്കിടക്കുമ്പോൾ, ആശയക്കുഴപ്പത്തിലാകുമ്പോൾ, നിങ്ങളുടെ വിവാഹ ജീവിതം ബുദ്ധിമുട്ടുമ്പോൾ, നിങ്ങളുടെ സാമ്പത്തികം നന്നായിരിക്കാത്തപ്പോൾ, നിങ്ങളുടെ കുട്ടികൾ നന്നായിരിക്കാത്തപ്പോൾ, നിങ്ങൾക്കൊരു ആരോഗ്യ പ്രശ്നമുണ്ടാകുമ്പോൾ, വഴിയില്ലെന്ന് തോന്നുന്നയിടത്ത് ദൈവം ഒരു വഴി ഒരുക്കുന്നു. തിരിയാൻ ഒരു ഇടവുമില്ലാത്തിടത്ത്, ചെയ്യാനൊന്നും ശേഷിക്കാത്തയിടത്ത്, എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ, വഴിയില്ലെന്ന് തോന്നുന്നയിടത്ത് ദൈവം ഒരു വഴി ഒരുക്കുന്നു. പിതാവായ ദൈവമാണ് വഴിയുടെ നിർമ്മാതാവ്. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ യെശയ്യാവ് 43:16 ഇങ്ങനെ വായിക്കുന്നു: വെള്ളത്തിലൂടെ ഒരു വഴി തുറന്ന, കടലിലൂടെ ഒരു വരണ്ട പാതയുണ്ടാക്കിയ കർത്താവാണ് ഞാൻ. ചെങ്കടൽ തൻ്റെ ജനത്തിനായി പിളർന്നു. ദ മെസ്സേജ് ബൈബിളിലെ യെശയ്യാവ് 43:1 ഇങ്ങനെ പറയുന്നു: നിങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ടാകും. നിങ്ങൾ പ്രക്ഷുബ്ധമായ വെള്ളത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ താഴേക്ക് പോകില്ല. നിങ്ങൾ ഒരു പാറയ്ക്കും കഠിനമായ സ്ഥലത്തിനും ഇടയിലായിരിക്കുമ്പോൾ അത് ഒരു അവസാനമായിരിക്കില്ല. ഒരു പാറയ്ക്കും കഠിനമായ സ്ഥലത്തിനും ഇടയിൽ സ്വയം കണ്ടെത്തുന്ന ധാരാളം ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. ദൈവത്തിനൊരു വഴി സൃഷ്ടിക്കാൻ കഴിയുമെന്നും അവൻ വഴി സൃഷ്ടിക്കുന്നവനാണെന്നും ഈ ശക്തമായ വാക്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു. അവൻ പാത തുറക്കുന്നവനാണ്, അവൻ വഴികാട്ടിയാണ്, അവൻ വഴിയുടെ നിർമ്മാതാവാണ്. വഴിയില്ലാത്തപ്പോൾ അവനൊരു വഴി ഉണ്ടാക്കുന്നു. ഒരു വഴിയുമില്ല, പക്ഷേ അവനൊരു വഴി ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒരു വഴിയുമില്ലെന്ന് തോന്നുന്നു, നമുക്ക് കാണാൻ കഴിയാത്തതോ കണ്ടിട്ടില്ലാത്തതോ ആയ ഒന്ന് അവൻ വെളിപ്പെടുത്തും. നമുക്ക് അസാധ്യമായപ്പോൾ അവനൊരു വഴി ഉണ്ടാക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പാറയ്ക്കും കഠിനമായ സ്ഥലത്തിനും ഇടയിൽ പോയിട്ടുണ്ടോ? നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ലെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അസാധ്യമാണെന്ന്, നിങ്ങൾക്കത് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയില്ലെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ അവിടെ കുറച്ച് തവണ പോയിട്ടുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തലയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നതായി തോന്നിയിട്ടുണ്ടോ? സാഹചര്യം വളരെ ആഴമേറിയതാണെന്ന് ഞാൻ അർത്ഥമാക്കുന്നു. നിങ്ങൾ വെള്ളത്തിൽ ചവിട്ടി നിൽക്കുകയാണ്, പൊങ്ങിക്കിടക്കാൻ ശ്രമിക്കുകയാണ്. തിരുവെഴുത്തുകളിലുടനീളം ഒരു തത്വം എപ്പോഴും സ്ഥിരമാണ്: വഴിയില്ലെന്ന് തോന്നുമ്പോൾ ദൈവത്തിനൊരു വഴി ഒരുക്കുവാൻ കഴിയും. ജീവിതം നമുക്ക് സാഹചര്യങ്ങൾ കൈമാറുന്ന സമയങ്ങളുണ്ട്. അവയിൽ പലതും ഇപ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ലോകത്തിലെ അന്തരീക്ഷത്തിൽ, നമ്മുടെ വിശ്വാസം ഉയർന്നു വന്ന് മുന്നോട്ടു പോകാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ദൈവം നമുക്ക് ദുഷ്കരമായ സമയങ്ങളിലൂടെ കടന്നു പോകാൻ ഒരു വഴി ഒരുക്കും എന്ന് വിശ്വസിക്കുന്നു. പരീക്ഷണം നിറഞ്ഞ സമയങ്ങളിലൂടെ കടന്നു പോകാൻ, അജ്ഞാത സ്ഥലങ്ങളിലൂടെ കടന്നു പോകാൻ, അജ്ഞാത ലക്ഷ്യസ്ഥാനങ്ങളിലൂടെ കടന്നു പോകാൻ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത സമയങ്ങൾ, ഹാബേലിൻ്റെ ത്യാഗപരമായ സമയങ്ങൾ പോലെയുള്ള സമയങ്ങൾ, നോഹയുടെ കൊടുങ്കാറ്റുള്ള സമയങ്ങൾ പോലെ, അബ്രഹാമിന് അറിയാനും കാണാൻ കഴിയാത്ത സ്ഥലങ്ങൾ അവൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നതുപോലെ, സാറയുടെ പ്രസവിക്കാൻ കഴിയാത്ത സമയങ്ങൾ പോലെ, ഏലിയാവിൻ്റെ ഏകാന്ത സമയങ്ങൾ പോലെ, ഇയ്യോബിൻ്റെ വേദനാജനകമായ സമയങ്ങൾ പോലെ, ഹോം സിക്ക് ആയ സമയങ്ങൾ, പരീക്ഷണ സമയങ്ങൾ, മരണക്കിടക്കയിലെ സമയങ്ങൾ, നമുക്കറിയാത്തതും കാണാത്തതും അനുഭവപ്പെടാത്തതും കേൾക്കാത്തതും മനസ്സിലാക്കാത്തതും കൈകാര്യം ചെയ്യാൻ വിശ്വാസം ആവശ്യമുള്ള ഒരു പഴയ കാലം. വഴി സൃഷ്ടിച്ചവനിൽ നാം വിശ്വാസം അർപ്പിക്കേണ്ട സമയങ്ങളാണിത്. നിങ്ങൾ അവനെ വിശ്വസിക്കുകയാണെങ്കിൽ, തിരുവെഴുത്തിൽ നിന്നും ഞാൻ പരാമർശിച്ച എല്ലാവരെയും പോലെ അവൻ വഴി സൃഷ്ടിച്ചവനായി നിങ്ങൾക്ക് അവനെ കണ്ടെത്തുവാൻ കഴിയും. ഒരു പാറയ്ക്കും ഒരു ദുർഘടമായ സ്ഥലത്തിനും ഇടയിൽ പോയി തൻ്റെ ജനത്തിനായി വഴികൾ സൃഷ്ടിക്കുന്നതിൽ ദൈവത്തിന് പ്രശ്നമില്ലെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വഴിയില്ലാത്തയിടത്ത് ദൈവത്തിനൊരു വഴി സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിച്ചു. നിങ്ങൾ പറയുന്ന സ്ഥലങ്ങളിൽ ഒന്നിൽ നിങ്ങളായിരിക്കുമ്പോൾ കാത്തിരിക്കുക. ഇതിൽ നിന്ന് ഒരു വഴിയുമില്ല, ഇതിൽ നിന്ന് ഒരു വഴിയുമില്ല, ഇതിലെന്നെ സഹായിക്കാൻ ഇനി ആർക്കും കഴിയില്ല, ഇതെന്നെ നശിപ്പിക്കാൻ പോകുന്ന ഒന്നാണ്, ഈ സാഹചര്യം എൻ്റെ അവസാനമായിരിക്കും. അപ്പോഴാണ് ദൈവം മുന്നോട്ട് വരുന്നത്. ദൈവം അപ്പോൾ പറയും: എനിക്കെന്തും ചെയ്യാൻ കഴിയുമെന്നതിനാൽ നിങ്ങൾക്ക് എന്നിൽ ആശ്രയിക്കാം. നമ്മൾ കരുതുന്ന കാര്യങ്ങൾ നമ്മെ തടയുന്നു, എന്നാൽ ദൈവം നമുക്ക് വിജയം കൊണ്ടുവരാൻ പോകുകയാണ്. നമ്മൾ വഴിതെറ്റിപ്പോയതായി തോന്നുകയും നമ്മുടെ വഴി കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ ദൈവം എപ്പോഴും ഒരു വഴി ഒരുക്കുമെന്ന് നാം കണ്ടെത്തും. അദൃശ്യമായ കൈകൾ അവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങളത് കാണുന്നില്ലായിരിക്കാം, പക്ഷേ അദൃശ്യമായ കൈകൾ പ്രവർത്തിക്കുന്നു. അദൃശ്യ പദ്ധതികൾ രൂപപ്പെടുകയും വികസിക്കുകയും ചെയ്യുന്നു. നിങ്ങളത് കാണുന്നില്ലായിരിക്കാം, പക്ഷേ അതിനർത്ഥം അത് സംഭവിക്കുന്നില്ല എന്നല്ല. കാര്യങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കായി മാറ്റാൻ അവൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിനായി കാര്യങ്ങൾ മാറ്റുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കാനുള്ള വഴികൾക്കായി അവൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കരുതാനുള്ള വഴികൾക്കായി അവൻ തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്കായി റിലേഷൻഷിപ്പിൻ്റെ വഴികൾ തുറക്കുവാൻ, നിങ്ങൾക്ക് പോലും അറിയാത്തതും അറിയാൻ കഴിയാത്തതുമായ ആളുകളെ അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവിളിക്കുള്ള ഉത്തരങ്ങളും
നിങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരങ്ങളുമായി മാറുന്ന ആളുകളെ അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നയിക്കുന്നു. അവൻ അവസാനിച്ച അറ്റങ്ങൾക്കപ്പുറത്തേക്കൊരു പാത ജ്വലിപ്പിക്കുന്നവനാണ്. അത് അവസാനിച്ചുവെന്ന് തോന്നുമ്പോൾ അവൻ നിർത്തുന്നില്ല. അവൻ ഒരിക്കലും അവസാനിച്ചിട്ടില്ല. അവനൊരു വഴി ഒരുക്കുന്നു. അതുകൊണ്ടാണ് എബ്രായർ 11 ഇത്ര ശക്തമായി പഠിപ്പിക്കുന്നത്. തുടരുക, വിശ്വസിച്ചുകൊണ്ടിരിക്കുക, പിന്മാറരുത്. നിങ്ങൾക്ക് ഒരു അവസാന നിമിഷം പോലെ തോന്നുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കുള്ള പ്രവേശന കവാടമാണ്. അത് അതിശയകരമായ വിജയത്തിൻ്റെ ഒരു സ്ഥലമാണ്. അവൻ്റെ സ്നേഹം നിങ്ങൾക്ക് അവിടെ എത്താൻ വഴിയൊരുക്കും. അവൻ വഴിയുടെ നിർമ്മാതാവാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പദ്ധതി അവൻ്റെ കയ്യിലുണ്ട്. എനിക്കതിൽ ഉറപ്പുണ്ട്. ആമേൻ. അവന് ഒരു അവസാനവുമില്ല. അവൻ വഴി നിർമ്മാതാവാണെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ഇന്ന് വന്നു. നിങ്ങളത് കാണാനിടയില്ല, പക്ഷേ അവൻ വഴിയുടെ നിർമ്മാതാവാണ്. നിങ്ങൾ ഇന്ന് വന്നിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കാണുന്നുണ്ടാകാം. എനിക്കിത് കാണാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഒരുപക്ഷെ പറയുന്നു. അത് കുഴപ്പമില്ല. അവൻ തിരശ്ശീലയ്ക്ക് പിന്നിലുണ്ട്. അവൻ പ്രവർത്തിക്കുന്നു. അവൻ വഴി നിർമ്മാതാവാണ്. ആ അവസാന ഘട്ടത്തിനപ്പുറം കാണുവാൻ അവൻ നിങ്ങളെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾക്ക് ഒന്നും അറിയാത്തൊരു മേഖലയിലേക്ക് നീങ്ങാൻ അവൻ നിങ്ങളെ അഭിഷേകം ചെയ്യാൻ പോകുന്നു. വഴിയില്ലാത്തതായി തോന്നുന്നയിടത്ത് ദൈവം ഒരു വഴി ഒരുക്കും. ഞാൻ ഇതുകൂടി ചേർക്കുന്നു. വഴിയില്ലാത്തതായി തോന്നുന്നയിടത്ത് ദൈവം ഒരു വഴി ഒരുക്കും. പക്ഷേ നിങ്ങൾ അവിടെ എത്തുമ്പോൾ അവനെ മറന്നു പോകരുത്.